വിഷ്ണു, ഇന്നലെ ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ നടത്തിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് കര, വ്യോമ, നാവിക സേനകൾ സംയുക്തമായിട്ടായിരുന്നു ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിശദമായി തന്നെ കടന്നുപോയ കഴിഞ്ഞ മണിക്കൂറുകൾ ഏത് രീതിയിലായിരുന്നു സൈനിക നീക്കങ്ങൾ എന്ന വൈകി നമ്മളോടൊപ്പം ചേർന്ന പ്രേക്ഷകർക്ക് കൂടി അറിയാൻ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്ന തുടർ നീക്കങ്ങൾ, പ്രകോപനങ്ങൾ, ഏത് രീതിയിലാണ് ഇന്ത്യ ഉയർത്തിയ തിരിച്ചടി പ്രതിരോധ പ്രവർത്തനം പാകിസ്ഥാനെ ബാധിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അടക്കം സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കേണ്ടി വന്നു. തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളിലും ഇന്ത്യയുടെ മിസൈൽ ശരവർഷം ഏറ്റുവാങ്ങേണ്ടി വരുന്നു പാകിസ്ഥാന്. വലിയ രീതിയിലുള്ള പ്രകോപനം ഇപ്പോഴും അതിർത്തി പ്രദേശങ്ങളിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ. അപ്പോൾ ആ രീതിയിൽ ഏത് രീതിയിലാണ് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വലിയ രീതിയിൽ അവിടെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം പാകിസ്ഥാൻ ഉള്ളിൽ സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇമ്രാൻഖാൻ്റെ മോചനത്തിന് വേണ്ടി PTI തെരുവിലിറങ്ങി സമരകാഹളം മുഴക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, നിലവിൽ പാകിസ്ഥാനും ഇന്ത്യയും നടത്തുന്ന സൈനിക ഓപ്പറേഷനുകളെക്കുറിച്ച് പോയ മണിക്കൂറുകളിലെ വിനിഷ, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള പ്രകോപനം ഇന്ത്യക്കെതിരെ ഉണ്ടായത്. ഏകദേശം 4 മണിക്കൂറോളമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായത്. 8 മിസൈലുകൾ ഇന്നലെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചിരുന്നു. ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾ, കാശ്മീരിലെ സൈനിക ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചായിരുന്നു പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായത്. അത് ഹമാസ് മോഡൽ മിസൈലുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. പക്ഷേ അതിനെയൊക്കെ തന്നെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്തു. ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ തന്നെ പറയുന്നത് പ്രകാരം 50-ലധികം പാകിസ്ഥാൻ്റെ ഡ്രോണുകളാണ് ഇന്ത്യ ഇന്നലെ രാത്രി മാത്രം തകർത്തത്. അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യ കനത്ത പ്രഹരം പാകിസ്ഥാന് നൽകിയിട്ടുമുണ്ട്. ഇന്നലെ കര, നാവിക, വ്യോമ സേനകളാണ് വലിയ തലത്തിലൊരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയത്. അതിൽ തന്നെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമാബാദ്, ലാഹോർ ഉൾപ്പെടെയുള്ള സിയാൽകോട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് തുടക്കത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നൊരു പ്രത്യാക്രമണം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേന രംഗത്ത് വരികയും INS വിക്രാന്ത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം ഇന്ത്യ തീർക്കുകയും ചെയ്തത്. അത്തരത്തിൽ INS വിക്രാന്തിലൂടെയാണ് കറാച്ചി തുറമുഖത്തിൽ വലിയ തലത്തിലൊരു പ്രത്യാക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞത്. ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ മിസൈലുകളും ഡ്രോണുകളും അത് പ്രതിരോധിക്കുന്നതിന് പുറമെ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളും ഇന്ത്യ വെടിവെച്ചിട്ടുണ്ട്. 3ഓളം യുദ്ധവിമാനങ്ങളാണ്, F-16 ഉൾപ്പെടെയുള്ള 3ഓളം യുദ്ധവിമാനങ്ങളാണ് ഇന്നലെ ഇന്ത്യ വെടിവെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ തന്നെ 2 പാകിസ്ഥാൻ പൈലറ്റുമാരെ ഇന്ത്യ ജീവനോടുകൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒക്കെ ഒരു വ്യക്തത ഇന്ന് വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ സംയുക്ത സൈനിക വാർത്താ സമ്മേളനത്തിൽ നമുക്ക് അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഇന്നലെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രകോപനമുണ്ടാകുമ്പോൾ പല മേഖലകളിലും നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമം കൂടി ഉണ്ടായിരുന്നു. സാംബ അന്താരാഷ്ട്ര അതിർത്തിയിൽ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ആ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തുകയും BSF ഭീകരരെ സാംബ മേഖലയിൽ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ പലതരത്തിലുള്ള ഉന്നതതല യോഗങ്ങൾ, അടിയന്തര യോഗങ്ങളൊക്കെ തന്നെ ഇന്നലെ ചേർന്നിരുന്നു. പല മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വിമാനത്താവളങ്ങളുടെ സുരക്ഷ വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ CISF DGയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അതിർത്തി മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് BSF മേധാവിയുമായിട്ടും അമിത്ഷാ ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. ഇന്ന് ചില നിർണായക യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. ദില്ലിയിലാണ് നിർണായക യോഗങ്ങൾ ചേരുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ആ ഉന്നതതല യോഗത്തിൽ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാനും അതോടൊപ്പം തന്നെ സൈനിക മേധാവിമാരും
മന്ത്രിമാരും യോഗത്തിൽ രാജ്നാഥ് സിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ള ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു യോഗം രാജ്നാഥ് സിംഗ് ഈ ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. അമൃത്സറിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അമൃത്സറിൽ സൈറൻ മുഴങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പഞ്ചാബിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും അതോടൊപ്പം തന്നെ ആളുകൾ വീടിന് പുറത്ത് ഇറങ്ങരുത്, ഇപ്പോൾ ഉള്ളിടത്ത് സുരക്ഷിതരായി തുടരുക എന്നതാണ് ജില്ലാ ഭരണകൂടമടക്കം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പഞ്ചാബിന് പുറമെ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം വലിയ തോതിൽ നൽകിയിട്ടുണ്ട്. രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിലൊക്കെ തന്നെ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അത്തരത്തിലൊരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ, പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകിയിട്ടുണ്ട്. ദില്ലിയിൽ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവധി പിൻവലിച്ചിട്ടുണ്ട്, റദ്ദാക്കിയിട്ടുണ്ട്. എല്ലാവരും ലീവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്നതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമാനത്താവളങ്ങളുടെ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ സുരക്ഷ കർശനമാക്കുന്നു. ഇന്ത്യൻ എയർ ഡിഫൻസ് അത് കൂടുതൽ ശക്തമാക്കുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ഈ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടാകുമ്പോൾ അതിന് തക്കതായിട്ടുള്ള പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. സൈനിക വിഭാഗങ്ങളോട് പൂർണ്ണ സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന വന്നത് ഇന്ത്യയുടെ പരമാധികാരവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കാൻ സൈന്യം പൂർണ്ണ സജ്ജമാണ്, എല്ലാ ഒരുക്കങ്ങളും സൈന്യം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നൊരു പ്രതികരണം ഇന്നലെ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ രാത്രി വലിയ തോതിൽ പ്രകോപനമുണ്ടായി. അതിന് പിന്നാലെ ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ ഈ ഒരു വെടിനിർത്തൽ കരാറൊക്കെ ലംഘിച്ച് വലിയ തോതിൽ ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. അത് രജൗരി, പൂഞ്ച്, ഉറി ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഒരു ഹെവി ഷെല്ലിംഗ് ഉണ്ടാകുന്നത്. ഉറിയിൽ പാകിസ്ഥാൻ്റെ ഷെല്ലിങ്ങിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട് കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പാകിസ്ഥാന് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. കാരണം പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിരുന്നു. മിസൈലുകൾ, ഡ്രോണുകൾ ഇതെല്ലാം തന്നെ ഇന്ത്യ എയർ ഡിഫൻസ് നിർവീര്യമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം ലാഹോർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇന്ത്യ വലിയ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ വസതിക്കടുത്തുവരെയാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. എന്തായാലും അതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി ലഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ പാകിസ്ഥാന് ഇരട്ടി പ്രഹരം കൂടി നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം ആഭ്യന്തര കലാപം അത് വലിയ രൂക്ഷമാകുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹത്തെ ഇത്തരത്തിൽ സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കുകയും ജനറൽ ഷംഷാദ് മിർസ പുതിയ സൈനിക മേധാവിയെ ചുമതലയേൽക്കുമെന്നതാണ് നിലവിൽ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അത്തരത്തിൽ വലിയ ആഭ്യന്തര കലാപം പാകിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കലാപം നടക്കുന്നതിനിടെ തന്നെ മറുഭാഗത്ത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ അനുകൂലികൾ കൂടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇമ്രാൻഖാനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇമ്രാൻഖാൻ അനുകൂലികൾ തെരുവിലിറങ്ങി വലിയ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്നതിനിടെ പാകിസ്ഥാനെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രതിസന്ധി ബലൂചിസ്ഥാൻ ആർമിയുടെ ഭാഗത്തുനിന്നുമാണ്. ബലൂചിസ്ഥാൻ ആർമി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വീണ്ടും പാകിസ്ഥാനിലെ പല മേഖലകളിലും വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. ക്വറ്റ ഇന്നലെയോടുകൂടി ബലൂചിസ്ഥാൻ ആർമി പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ക്വറ്റയിൽ നിന്ന് ഇപ്പോൾ പാക് ആർമി പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി നേരിടുമ്പോൾ തന്നെ പാകിസ്ഥാന് സ്വന്തം മണ്ണിൽ നിന്ന് ഇരട്ടി പ്രഹരം ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം
മറ്റ് ലോകരാഷ്ട്രങ്ങൾ കൂടി സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ച് സൗദി വിദേശകാര്യമന്ത്രി ഒരു മധ്യസ്ഥ നീക്കങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇസ്ലാമാബാദിലേക്ക് എത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇസ്ലാമാബാദിലേക്ക് എത്തിക്കൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ചകൾക്ക് അദ്ദേഹം കളമൊരുക്കുമെന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്ക ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഇപ്പോൾ ഇടപെടാൻ കഴിയുകയില്ല എന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തണമെന്നതാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അമേരിക്കയെ ബാധിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ ഇടപെടുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. എന്തായാലും അല്പം മുന്നേ പുറത്തു വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഐക്യരാഷ്ട്രസഭയടക്കം സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ പ്രഹരം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു. ആ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഹരം ലഭിക്കുമ്പോൾ തന്നെ ആഭ്യന്തര കലാപവും ബലൂചിസ്ഥാൻ ആർമിയുടെ ഭാഗത്തു നിന്നും ഇരട്ടി പ്രഹരം കൂടി പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട്. വിനീഷ.